ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കൂ, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പടം ഓൺ ചെയ്യുന്നു, അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് പടം പൊട്ടിക്കുന്നു, സ്വന്തം തന്നെ പടം പൊട്ടിക്കുന്നു. അല്ലാതെ നമ്മൾ എന്താ പറയാ, 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതി വളവ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ് അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ, സുമതി വളവ് 2 ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടൻ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ടുകൾ ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിലൊരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുന്ന പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടി ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടനൊരു പ്രോഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയുടെ ഇത് മാറി മാറുന്നത് എന്ത് അത്ഭുതത്തിന് പുറത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് എവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞ വിഷ്ണുവിന് സംവിധാനം അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ മാളിയപ്പുറം സംവിധാനം ചെയ്ത് ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്ത ഒരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കൂ, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ പ്രസ് മീറ്റിന് ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാമെന്ന് പറയുന്നുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സുമതി വളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമാണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. സുമതി വളവിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി, പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്നു പറയുന്നു. നോക്കി, 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായിക്കൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കണ്ടോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 7 കോടി രൂപ ബഡ്ജറ്റ് പടത്തിന് ഇടയ്ക്ക് വെച്ച് ഡബിളായി എന്നുള്ളൊരു ന്യൂസാണ് പല മാധ്യമങ്ങളിൽ കാണാനിടയായി. കൃത്യമായി ഒരു മാസം മുമ്പ് തന്നെ 14 കോടി അടുത്ത് അല്ലെങ്കിൽ അതിന് മേളിൽ ഏകദേശം ഒരു 1 CR കൂടുതൽ ബഫർ ഇട്ടിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുരളിച്ചാക്കി എടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഈ പടത്തിന് ഇത്രയും ദിവസമാവും, 90 ദിവസം. ഇതിലിപ്പോ പിച്ച് ഡെക്കിൽ നമ്മൾ 85 ദിവസമാണ് കൊണ്ടിരിക്കുന്നത്, പക്ഷെ 90 ദിവസമാവും. പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സുനിൽ സിംഗിനും ഗിരീഷ് കൊടിനല്ലൂരും ഈ കാര്യം വ്യക്തമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രൊഡ്യൂസറിനെ അറിയിച്ച കാര്യമാണ്. ഒരു മാസം പോരെ നമുക്ക് ഈ പടം എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട, എൻ്റെ കയ്യിൽ ഇത്രയുമാണ് എന്ന് പറഞ്ഞു നിൽക്കാനായിട്ട്. ആള് എന്നെയും അഭിലാഷേട്ടനെയും കൂട്ടി ദുബായിൽ എൻ്റെ അമ്മേൻ്റെ കെയർ ഓഫിലുള്ള കുറേ ആൾക്കാരെ പോയി കാണാനായിട്ട് പ്രേരിപ്പിക്കുകയും അവർക്ക് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് വേണോ, ഇയാളെ പറ്റി അത്രയും നല്ല വെടിപ്പായിട്ടുള്ള എല്ലാം അറിയണമെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ നമ്മൾ കൂടെ നിർത്തി. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായ വലിയ വലിയ നഷ്ടങ്ങളും എന്നെ പറ്റിച്ച കുറേ ആൾക്കാരുടെ കണക്കും അന്നേരം നമ്മളെ പറഞ്ഞ് എന്താ പറയുക, ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു എന്നെയും എൻ്റെ റൈറ്ററിനെയും. 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതി വളവ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ് അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിങ് സ്റ്റുഡിയോസിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ പകുതി കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് റീസെന്റ് ആയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു പരാതി ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് സുമതി വളവ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിനെ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തില്ല. സുമതി വളവ് റിലീസായതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുടെ ഒരു PR ടീം, അതായത് നമ്മൾ പല ആൾക്കാരുടെയും ഒപ്പീനിയൻസ് മാനിക്കുന്നുണ്ട്. സുമതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഫോഴ്സ്ഫുൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിന്റെ എല്ലാം ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ അഭിലാഷ് പറയുന്നതായിരിക്കും. താഴെ പോകേണ്ട പടം നമ്മൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് വീണ്ടും പൊക്കി
കൊണ്ടുവന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മുരളിച്ചേട്ടൻ കാണിച്ച വീഡിയോ തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോട് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതിയോട് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റ്ലയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിലവിലുള്ള പടത്തിൻ്റെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ചേട്ടാ. അതായത് എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ബാങ്ക് വഴി ഒരു 14-15 ഇടയിൽ ഒരു എമൗണ്ടാണ് എനിക്ക് ബാങ്ക് വഴി. അതിൽ പകുതിയും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡറിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ് പുള്ളി അതിൽ സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു താമസ കാര്യവും എല്ലാം പുള്ളിക്കാരൻ തന്നിരുന്നു. ഏകദേശം 6 മാസത്തോളം അതിന് മേളിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്രൊഡക്ഷൻ ആദ്യം സുമതിയോളവർ മാത്രമായിരുന്നില്ല, ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരായിരുന്നു ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാറോ 2 പടമായി ഞാൻ ഇപ്പോഴും ഒരു ബൈക്കും മുമ്പും വെച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. സാമ്പത്തികമായി വളരെ ഒന്നും നേടിയിട്ടില്ല സിനിമ സത്യം പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് ചീത്ത പേരും ആൾക്കാരുടെ മുമ്പിൽ കള്ളനുള്ളൊരു അഡ്രസ്സ്. സിനിമ അറിയാത്ത പ്രൊഡ്യൂസർമാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ കൂടുതൽ എന്നെ പറ്റി ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കഴിഞ്ഞ 2 പടത്തിലുണ്ട്. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഇതും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള ന്യൂസിന് ഒന്നും വലിയ പ്രശസ്തി കൊടുക്കരുത്. 2 സൈഡും എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനിത് എല്ലാ മീഡിയാസിനോടല്ല, ജനുവനായി നിന്ന മീഡിയാസിനെയും ഇതിനിടയ്ക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തമിഴിൽ പോയിട്ടുണ്ടായിരുന്നു. തന്ത്ര ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്സിന്റെ പ്രൊഡക്ഷന്റെ കീഴിലാണ്. ഞാനാണ് പുള്ളിയുടെ 2ാമത്തെ പടത്തിന് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിൽ ഒരാൾ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഡയറക്ടർ. ആ സ്ക്രിപ്റ്റ് ഞാൻ റെഡി ചെയ്യുന്നത് ഏകദേശം 2018-19 കാലത്ത്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 2018 അതൊരു പ്രൊഡക്ഷൻ വരികയും ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും കൂടിയാണ്. പുള്ളിക്ക് ആ കഥ ഇഷ്ടപ്പെടുകയും ആ പടം ഏകദേശം ധാരണയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ആ സമയത്ത് ഇറങ്ങിയ ഒരു പടം അത് ഫ്ലോപ്പായി. അപ്പൊ അയാൾ പറഞ്ഞു, ഈശോ എനിക്ക് ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരെ വെച്ച് പടം ചെയ്യാൻ പറ്റില്ല എന്ന രീതിക്ക് ആ പ്രോജക്റ്റ് വിട്ടു. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ് എന്നെ ആരെടുത്ത് എത്തിപ്പെടാന്നുള്ളത്. ഞാനൊരു വളരെ നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, സിനിമ മുഖമായിട്ട് വരുന്ന ഒരാളാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാനിങ്ങനെ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞ ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ ഒരുപാട് പേരുടെ കൂടെ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞില്ല. അത് പ്രൂവ് ചെയ്യിക്കട്ടെ അയാൾ തീർച്ചയായിട്ടും. അതിന്റെ എന്തായാലും ഞാൻ ബാക്കി നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ ഫോണിലെ കൂടിയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് അയാൾ അന്ന് അയാളുടെ ഫേസ്ബുക്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്, നദികളിൽ സുന്ദരി യമുന എങ്ങനെയാണ് ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ മുരളി കുന്നമ്പുറത്തിന്റെ ഫേസ്ബുക്കിൽ അയാൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ അമേരിക്കയിൽ എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഡ്യൂസർ പാർട്ണർ ഉണ്ട്, നിങ്ങൾ കഥ പറയണമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി 1:30 വീണ്ടും ഈ കഥ പറയുന്നു. അപ്പം അയാൾക്കും ആ പ്രൊഡ്യൂസറിനും കഥ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുന്നു, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ തളിപ്പറമ്പൊക്കെ എന്നെ വിളിച്ചു വരുത്തുകയാണ്. തളിപ്പറ MR ഹോട്ടലിലാണ് എന്നെ വിളിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചിരുന്നു, കഥ കേൾക്കുന്നു. കഥ കേൾക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഓഫ് ബീറ്റ് സിനിമയുടെ കുറച്ച് ഭാഗമായിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ അഭിനയമോഹമായിട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ തൊണ്ടിമുതൽ ദൃക്സാക്ഷി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, പക്ഷെ പടത്തിനകത്ത് തന്നെ കാണാനില്ല. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ഓക്കെ, ഈ കഥ എനിക്ക് ഇഷ്ടമായി, നമുക്ക് ചെയ്യാന്ന് പറയുന്നു. നമ്മുടെ കൂടെ ഒരു പിക്ക് എടുക്കുന്നു. ആ പിക്ക് അയാളുടെ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ ഇപ്പോഴും കാണാം. അപ്പൊ അയാളുടെ കൂടെ 2 പേരുണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് എന്നെ വിളിക്കുന്നു, യേശു പിന്നെ എങ്ങനെ വന്നു? ഞാൻ പിന്നെ സുഹൃത്തിന്റെ വണ്ടി എടുത്താണ്. ഓക്കെ, അതിൽ എണ്ണ അടിക്കാൻ ഈ പൈസ വെച്ചത് ഒരു 4000 രൂപ കയ്യിലിട്ടായിരുന്നു. വളരെ സന്തോഷമായി, ആദ്യമായിട്ടാണ് ഒരു പടം. അപ്പൊ അതിനൊരു പൈസ തരുന്നു.
അതിനുശേഷം ബാംഗ്ലൂരിൽ മീറ്റിംഗ് വെക്കുന്നതിൽ ഈ പടത്തിന്റെ ഇന്ന് ഉള്ള പ്രൊഡ്യൂസർ, ഇപ്പൊ അയാളല്ല പടത്തിന്റെ പ്രൊഡ്യൂസർ. നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്നത് വേറെ രണ്ടാൾക്കാരാണ്. ഒന്ന് ഇദ്ദേഹത്തിന്റെ വൈഫും ഒന്ന് മറ്റൊരു അമേരിക്കൻ സിറ്റിസനായ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഇവര് രണ്ടുപേരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന് അതൊന്നും ഇപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ള സാഹചര്യമല്ല. ഇതിന്റെ ഇടയിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഈ പടം തിയേറ്ററിലെത്തുന്നു. തിയേറ്ററിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ പടം HR OTT 1,90,00,000 രൂപക്ക് വിറ്റുപോകുന്നു. ഈ പടം ആലോചിക്കണം, ആ സമയത്ത് 2023 എത്ര പടമാണ് ബിസിനസ് ചെയ്ത് പെട്ടിട്ടുള്ളത്. തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഈ പടം 1,90,00,000 രൂപക്ക് വിറ്റുപോകുന്നു. ഞാൻ അന്ന് കൊടുത്തുള്ള ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റാണ്. എനിക്ക് എന്റെ അറിവിൽ ആ പടത്തിന് മാക്സിമം ഒരു 370 പോകാൻ ചാൻസ് ഇല്ല. ഇതുവരെ അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്നാണ് ഏറ്റവും വലിയൊരു സത്യം. അതിനുശേഷം ഈ പടത്തിന് 1.90 കിട്ടുന്നു. മ്യൂസിക് റൈറ്റ്സ് ഒരു 15 രൂപക്ക് പോകുന്നു. 2,05,00,000 രൂപ റിലീസിന് മുന്നേ തന്നെ ഇത് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം 35 ഡേയ്സ് 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. ഇത് അദ്ദേഹം തന്നെ 4 ആഴ്ച ഓടിയിട്ട് ഇതിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാണ്. അതിനുശേഷം ഈ പടം 35 ദിവസം തിയേറ്ററിൽ ഓടിച്ച് കളിച്ചൊരു പടമാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ നിന്ന് എത്ര കളക്ഷൻ ഇത് വന്നു, ഇതിന്റെ ടോട്ടൽ കണക്ക് ഈ സമയം വരെ ഇത് കിട്ടിയില്ല എന്നാണ് എനിക്ക് ഇന്നലെ വരെ വിളിക്കുമ്പോൾ ഇതിന്റെ പാർട്ണർ പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചു, ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചു എന്നുള്ളത്. ഇല്ല, ഇതുവരെ കിട്ടിയില്ല. എന്തോ ഒരു കണക്ക് എഴുതി കൊണ്ടുവന്നു, പക്ഷെ പുള്ളി അത് എടുത്തില്ല. പുള്ളി പറഞ്ഞു ബിൽ ടു ബിൽ. ഒരു പടത്തിന് നമ്മളല്ലേ കണക്ക് കാണിക്കുമ്പോൾ ബിൽ ടു ബില്ല് എനിക്ക് കണക്ക് കണ്ടാൽ മാത്രമേ ഞാൻ ബോധ്യപ്പെടുള്ളൂ. നിങ്ങൾ എഴുതി കൊണ്ടിരുന്ന ബില്ല് ഇത് ഓക്കെ അല്ല എന്ന് പുള്ളി പറഞ്ഞാൽ പറഞ്ഞത്. ഞാൻ എന്തായാലും വിളിക്കുമ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ പുള്ളി അതിനുശേഷം ഈ സാറ്റലൈറ്റ്, ഇതിന്റെ സാറ്റലൈറ്റ് ഇവിടുത്തെ ഏഷ്യാനെറ്റ് പോലെയുള്ള ടീംസായിട്ട് സംസാരിക്കും. അവര് എമൗണ്ട് പറഞ്ഞു, ഏകദേശം 75,000 രൂപ, 75 ലക്ഷം രൂപ അവർ പറഞ്ഞു. ഈ സാറ്റലൈറ്റ് ഇത് കൊടുത്തില്ല. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കൈരളിയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഓഫർ വന്നു 50 ലക്ഷത്തിന്. എന്നിട്ട് ഈ പടം കൊടുത്തില്ല. എന്തുകൊണ്ട് ഈ പടത്തിന് സാറ്റലൈറ്റ് കൊടുത്തില്ല? നഷ്ടക്കണക്കുകൾ മാത്രമാണ്. എനിക്ക് 2 കോടി രൂപ നഷ്ടം വന്നു ആദ്യം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് എനിക്ക് 1 കോടി രൂപ നഷ്ടം വന്നു പിന്നീട് പറയുന്നു. എന്തുകൊണ്ട് ഇതിന്റെ സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല? വ്യക്തമായി എന്തുകൊണ്ട് ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പാർട്ണർക്ക് വ്യക്തമായിട്ട് കണക്ക് അവതരിപ്പിക്കുന്നില്ല? ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഇതിന്റെ കണക്ക് ഈ സമയം വരെ തന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? കൃത്യമായിട്ട് ഇതിനൊരു പുറകിലൊരു അന്വേഷണം വേണം. കാരണം വെച്ചെങ്കിൽ ഒരു പടം ഓൺ ചെയ്യുന്നു, ആ പടത്തിന്റെ പേര് കൊണ്ട് പലയിടത്തുനിന്ന് ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് ഈ പടം വിജയകരമല്ല എന്ന രീതിക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പടം നദികൾ സുന്ദരി വിചാരിച്ച പോലെ സാമ്പത്തിക ലാഭം നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം തന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ഈ പടം ഈ രീതിക്ക് ബിസിനസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ കാണും. കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പടം ഓൺ ചെയ്യുന്നു, അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് പടം പൊട്ടിക്കുന്നു. സ്വന്തം തന്നെ പടം പൊട്ടിക്കുന്നു. അല്ലാതെ നമ്മൾ എന്താ പറയാ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണി അറിയില്ല, അവർക്ക് ഡയറക്ഷൻ അറിയില്ല. ഡയറക്ഷൻ അറിയാത്ത എന്റെ പടമാണ്. ആ പടം 35 ദിവസം തിയേറ്ററിൽ കളിക്കും. ഈ പറഞ്ഞ റിലീസിന് മുന്നേ തന്നെ അത് ഇത്രയും രൂപയ്ക്ക് ബിസിനസ്സായി മാറുന്നു. എനിക്ക് ഡയറക്ഷൻ അറിയാത്തതുകൊണ്ടാണ്. ഞാനിപ്പോ അവസാനം ചെയ്ത പടം പ്രകമ്പനം, അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കാം, ഞാൻ ആ പടം, അതായത് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടം ഞാൻ 45 ഡേയ്സ് ആണ് അതിന്റെ ഷൂട്ടിംഗ് ഒരു പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് 42 ഡേയ്സിനുള്ളിൽ തീർത്തു കൊടുത്തു. 3 ദിവസം സേവ് ചെയ്ത് കൊടുത്തു. പ്രകമ്പനം അതേപോലെ തന്നെ ഞാൻ 52 ദിവസം ചാർട്ട് ചെയ്തു, 42 ദിവസം അത് നമ്മൾ ചെയ്ത് ലാഭാക്കി കൊടുത്തൊരു പടമാണ്. അപ്പം ഇത് ഈ പുള്ളി ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നിപ്പോ എല്ലാം വ്യക്തമായിട്ട് പറയണമല്ലോ. അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിന്റെ ഡയറക്ടർ പണി അറിയില്ല, പുള്ളിക്കാരൻ ചെയറിൽ ഇരുന്ന് ആക്ഷനും കട്ടും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു തരണം എന്ന് എന്നോട് പറഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം ആണ് ആ പടം ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാനും അദ്ദേഹം തമ്മിൽ ഈ സാറ്റലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ക് പടം നഷ്ടം എന്നുള്ള പുള്ളി ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഭാഗമായിട്ട് പുള്ളി ഞാനായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. പുള്ളി ഞാനായിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2024 പുള്ളിയുടെ സുമതി വിളവ് എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ പുള്ളി ഒരു രാത്രി 2:30 മണിക്ക് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജേഷ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രാത്രിയിലോ? ഞാൻ നിന്റെ നാട്ടിൽ പാണത്തൂരേക്ക് വരുന്നുണ്ട്. ഓക്കെ, വരൂ. ഇയാൾ പാണത്തൂര്, എനിക്ക് പേടിയാണ്. കാരണം വെച്ചെങ്കിൽ ഇയാളുടെ കൂടെ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് അവിടെ ഒരു സലൂൺ ഉണ്ട്. അപ്പൊ ഞാൻ സലൂണിലെ എന്റെ കുറച്ച് പണിക്കാരുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരുന്നു ഒന്ന് പിടിച്ച് മാറ്റേണ്ടി വരും എന്ന രീതിക്ക് അവരെ ഞാൻ വിളിക്കുന്നു. അവരും ഈ പറയുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു ഫോർച്യൂണർ വന്ന് പാണത്തൂർ എന്റെ നാട്ടിൻപുറത്തൊക്കെ ടൗണിൽ വന്ന് നിൽക്കുന്നു. കുറെ ആൾക്കാർ ഇറങ്ങുന്നു. ഇയാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ചതിനോട് വരെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക.
അപ്പൊ കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വന്ന് നേരെ എന്റെ സലൂൺ ഞാൻ തുറന്നു കൊടുക്കുന്നു. അതിനകത്ത് ഇരുന്നിട്ട് അയാളുടെ സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ എന്നോട് പറയുന്നു. എനിക്കൊന്ന് നിന്നെ ഒന്ന് നേരിട്ട് നമുക്ക് നിന്നെ കാണണം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കത് സംസാരിക്കാം, എന്താ വെച്ചാൽ സംസാരിക്കാന്ന് പറയുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എന്റെ വീട്ടിലോട്ട് വരുന്നു. അയാൾ തന്നെ FB ഇട്ട പോസ്റ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നത്. ഈ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ 20-നാണ് വരുന്നത്. പറഞ്ഞു പറ്റിച്ച് സിനിമ ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക്, അതായത് 75 കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി സ്വന്തം ഓടിച്ചു എത്തേണ്ട കാര്യം എന്താ ഇയാൾക്കുള്ളത്? ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചു സിനിമ ചെയ്തു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2023-നാണ് ഞാൻ ആ പടം ചെയ്തത്. 24 എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു, എന്നോട് പറയുന്നു കഴിഞ്ഞതെല്ലാം മറക്കണം, എന്റെ പടം സുമതി വളവിന്റെ പൂജ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടക്കുന്നു, നീ എന്തായാലും കുടുംബസമേതം ആ പരിപാടിക്ക് വരണം, വന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് ചൊടിയുണ്ട് എന്നാണ് എന്റെ ധാരണ, അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ള രീതിക്ക് ഞാൻ വീണ്ടും ഇനി ഇയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വേണ്ട. കാരണം ഇയാളുടെ സ്വഭാവങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് സെറ്റിലും പല സ്ഥലത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ. അതൊക്കെ ഇപ്പൊ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് എനിക്കിത് കാണുന്നില്ല. കാരണം വെച്ചെങ്കിൽ അത് പറയാൻ നിന്ന് ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ പൂജക്ക് പോയി. അതിനുശേഷം ഞാൻ എന്റെ പ്രകമ്പനം എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ആ പടത്തിന്റെ എല്ലാ പോസ്റ്റും, കുറെ പോസ്റ്റുകൾ പുള്ളി ഡിയർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിയർ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു. പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം എന്നോട് പറയുന്നു ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യണം, പിന്നെ നമുക്കൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു മുന്നോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. അതിനുശേഷം പടം ഇറങ്ങിയതിനു ശേഷം പുള്ളിയുടെ ഒരു വിവരമില്ല. അപ്പൊ ഞാൻ വിളിക്കാൻ നിന്നില്ല. എനിക്ക് എന്തായാലും ഞാൻ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യില്ല. മാനസികമായിട്ട് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പടം ചെയ്യില്ല ഞാൻ അന്ന് പറഞ്ഞു. എന്നാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നില എന്നോട് പറയുമ്പോൾ ഓക്കെ മുന്നോട്ടാ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അയാളോട് നന്ദി സൂചകമായിട്ട് പോലും ഞാൻ ഈ പടത്തിനകത്ത് ടൈറ്റിൽ കാർഡിൽ നന്ദി മുരളി കുന്നമ്പുറത്ത് എന്നുള്ളൊരു പേര് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആദ്യ സിനിമ തന്നൊരു വ്യക്തിയുടെ നിലയിൽ ഞാൻ അയാളോട് നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു, കള്ളം പറഞ്ഞു, 2 കോടി രൂപ നഷ്ടം കാണിക്കട്ടെ, കണക്ക് തീർച്ചയായിട്ടും കാണിക്കണം. അപ്പം ആ കണക്ക് വരട്ടെ. അല്ലാണ്ട് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടോ വിശ്വസിക്കാൻ കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നുണ്ട്. കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വരണം. ഒരു പടം ഓൺ ചെയ്യുന്നു, പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, പടം അയാൾ തന്നെ പടം ഇത് ബിസിനസ് ചെയ്യുന്നില്ല, OTT ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, പടം പൊട്ടിയെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെളിച്ചത്തോട് കൊണ്ടുവരണം. അപ്പം എന്ത് വില കൊടുത്താണെന്നും ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്.